ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് പേര് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്താണതിന് കാരണം? നമ്മൾ വിചാരിക്കുന്നത്ര സിമ്പിളല്ല കാര്യങ്ങൾ. ഈയൊരു സാമൂഹിക മാറ്റത്തിന്റെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഈയൊരു ചോദ്യം ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്, അല്ലേ? വെറുമൊരു വൈകാരിക ബന്ധം എന്നതിനപ്പുറം നിയമത്തിന്റെ നൂലാമാലകളും ഭയങ്ങളുമാണോ ഇന്ന് പലരെയും വിവാഹത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്? നമുക്ക് നോക്കാം. ഈ കണക്ക് മാത്രം മതി കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാൻ. 2019 ഇന്ത്യയിലെ 23% ആളുകളും അവിവാഹിതരായിരുന്നു. വെറും 8 വർഷം മുൻപ്, അതായത് 2011 ഇത് 17.2% മാത്രമായിരുന്നു എന്ന് ഓർക്കണം. എന്തൊരു കുതിച്ചുചാട്ടമാണിത്! ശരി, അപ്പോൾ നമുക്ക് ഈ വിഷയത്തെ 4ആയിട്ട് തിരിച്ച് ഒന്ന് വിശദമായിട്ട് നോക്കാം. ആദ്യം ഈ പുതിയ ട്രെൻഡിനെക്കുറിച്ചും, പിന്നെ വിവാഹം ഒരു ഭാരമാകുന്നുണ്ടോ എന്നും, പുതിയ തലമുറയുടെ ചിന്തകൾ എന്താണെന്നും, അവസാനം ബന്ധങ്ങളുടെ ഭാവി എന്തായിരിക്കുമെന്നും നമ്മൾ ചർച്ച ചെയ്യും. ആദ്യം തന്നെ നമുക്ക് കണക്കുകളിലേക്ക് പോകാം. കാരണം സംഖ്യകൾ കള്ളം പറയില്ലല്ലോ. ഇതൊരു ചെറിയ മാറ്റമല്ല. നമ്മളെ രാജ്യത്ത് പതിയെ പടരുന്ന വലിയൊരു ചിന്താഗതിയുടെ മാറ്റം തന്നെയാണ് ഈ കണക്കുകൾ കാണിക്കുന്നത്. ഇവിടെയാണ് ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് വരുന്നത്. അവിവാഹിതരായ പുരുഷന്മാരുടെ എണ്ണം റോക്കറ്റ് പോലെയാണ് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിൽ കുതിച്ചത്. പക്ഷേ സ്ത്രീകളുടെ കാര്യത്തിലോ? മാറ്റമുണ്ട്, പക്ഷേ അത്ര വലുതല്ല. എന്തുകൊണ്ടായിരിക്കും ഈ വ്യത്യാസം? ഇതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല കേട്ടോ. ഇതിനു പിന്നിൽ കുറെ നല്ല കാര്യങ്ങളുമുണ്ട്. 15 വയസ്സിന് മുൻപുള്ള വിവാഹങ്ങൾ ഏതാണ്ട് ഇല്ലാതായി. കൗമാരത്തിലെ ഗർഭധാരണവും പകുതിയായി കുറഞ്ഞു. ഏറ്റവും പ്രധാനം, വിദ്യാഭ്യാസം കൂടിയതോടെ സ്ത്രീകൾ വിവാഹത്തിന് മുൻപ് സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ കുറച്ചുകൂടി സീരിയസ് ആയൊരു വശമാണ്. അതായത് പലരെയും വിവാഹത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന നിയമപരവും സാമൂഹികവുമായ സമ്മർദ്ദങ്ങളെയും ഭയങ്ങളെയും കുറിച്ചാണ്. ഈ ഒരു കേസ് നോക്കൂ. ഇത് നിങ്ങളെ ശരിക്കും ഞെട്ടിക്കും. ഒരാളുടെ മാസശമ്പളം വെറും 9,500 രൂപ. പക്ഷെ വിവാഹമോചനത്തിന് ശേഷം കോടതി ജീവനാംശം വിധിച്ചത് എത്രയാണെന്നോ? 20,000 രൂപ. അതായത് സ്വന്തം വരുമാനത്തിന്റെ ഇരട്ടിയിലധികം. ഇത്തരം സംഭവങ്ങൾ ആളുകളെ ഭയപ്പെടുത്തുന്നത് സ്വാഭാവികമാണ്. ഇതൊരൊറ്റപ്പെട്ട സംഭവം മാത്രമല്ല. സുപ്രീം കോടതിയുടെ ഒരു പൊതുവായ മാർഗനിർദ്ദേശമുണ്ട്. അതനുസരിച്ച് ഭർത്താവിന്റെ വരുമാനത്തിന്റെ 25% ജീവനാംശം നൽകേണ്ടി വരും. ഇത് പലപ്പോഴും ഒരു വലിയ സാമ്പത്തിക ബാധ്യതയായി മാറാറുണ്ട്. നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുമോ എന്നുള്ള പേടി, അതാണ് പലരെയും പിന്നോട്ട് വലിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം. നിഷ ശർമ്മ കേസ് അതിനൊരു വലിയ ഉദാഹരണമാണ്. ഒരു വ്യാജ ആരോപണം കാരണം ഒരു ചെറുപ്പക്കാരനും കുടുംബവും അനുഭവിച്ചത് നീണ്ട 9 വർഷത്തെ ദുരിതമാണ്. അവസാനം നിരപരാധിയാണെന്ന് തെളിഞ്ഞപ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു പ്രഷർ ആലോചിച്ച് നോക്കൂ. പുരുഷന്മാർക്കിടയിൽ ഇത് എത്രത്തോളം മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്നുണ്ടെന്നതിൻ്റെ തെളിവാണ് ഈ കണക്ക്. ഒരു ദേശീയ മാനസികാരോഗ്യ ഹെൽപ്പ് ലൈനിലേക്ക് വരുന്ന കോളുകളിൽ 70% പുരുഷന്മാരുടേതാണ്. അത് ചെറിയ കാര്യമല്ല. പക്ഷേ ഇതൊരു പേടിയുടെ മാത്രം കഥയല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ തലമുറ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അവരുടെ ജീവിതത്തിന് പുതിയ മുൻഗണനകൾ വെക്കുകയാണ്. വ്യക്തിപരമായ വളർച്ചയ്ക്കും സാമ്പത്തിക ഭദ്രതയ്ക്കുമാണ് അവരെന്ന് വില കൽപ്പിക്കുന്നത്. പ്രമുഖ സൈക്കോളജിസ്റ്റായ ഡോക്ടർ ചാന്ദിനി ദുഗ്നയത്തിന്റെ ഈ വാക്കുകൾ ആ പുതിയ ചിന്താഗതിയെ ശരിക്കും കാണിച്ചു തരുന്നുണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ഒരു കുറവായിട്ടല്ല, മറിച്ച് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവും ശക്തിയുമായിട്ടാണ് ഇന്നത്തെ തലമുറ കാണുന്നത്. ഇന്നത്തെ കാലത്തെ പല സ്ത്രീകളും ചിന്തിക്കുന്നത് ഏകദേശം ഈ ഒരു രീതിയിലാണ്. ആദ്യം സ്വന്തമായൊരു ഐഡന്റിറ്റി ഉണ്ടാക്കണം, അതിനുശേഷം തൻ്റെ കരിയറും സ്വപ്നങ്ങളും, ജോലിയും വീട്ടുകാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ പഠിക്കണം. അതിനൊക്കെ ശേഷമാണ് പലപ്പോഴും വിവാഹം അവരുടെ ലിസ്റ്റിൽ വരുന്നത് തന്നെ. ഇതിനെല്ലാം പുറമെ നമ്മുടെയൊക്കെ ജീവിത ചെലവ് നോക്കൂ. വീട് വയ്ക്കാനും കുട്ടികളെ പഠിപ്പിക്കാനും ഒക്കെയുള്ള ഭീമമായ ചെലവ്, ഇന്ധനവില, കറണ്ട് ബില്ല്, ഇതൊക്കെ കാണുമ്പോൾ ഒരു കുടുംബം തുടങ്ങുന്നത് തന്നെ ഒരു വലിയ സാമ്പത്തിക റിസ്ക് ആയിട്ടാണ് പലർക്കും തോന്നുന്നത്. ഇവിടെയാണ് നമ്മൾ ആ വിരോധാഭാസം കാണുന്നത്. ഒരു വശത്ത് രാജ്യം സാമ്പത്തികമായി വളരുന്നുവെന്ന് നമ്മൾ കേൾക്കുന്നു, അല്ലേ? പക്ഷെ മറുവശത്ത് സാധാരണക്കാരുടെ കയ്യിലോ? അവരുടെ സമ്പാദ്യം കുറഞ്ഞു വരികയാണ്. ഈ ഒരു അരക്ഷിതാവസ്ഥയിൽ എങ്ങനെയാണ് ആളുകൾ വിവാഹം പോലുള്ള വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുക? അപ്പോ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ബന്ധങ്ങളുടെ ഭാവി എന്തായിരിക്കും? ഒരു പുതിയ തലമുറ എങ്ങനെയാണ് സ്നേഹത്തെയും ഒരുമിച്ച് ജീവിക്കുന്നതിനെയുമൊക്കെ കാണുന്നത്? നമ്മുടെ കൺമുന്നിൽ തന്നെ ബന്ധങ്ങളുടെ നിർവചനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലിവ് ഇൻ റിലേഷൻഷിപ്പുകൾ കൂടുതൽ സാധാരണമാകുന്നു. ഡിവോഴ്സ് ഒരു അവസാനമായിട്ടല്ല, ചിലപ്പോൾ ഒരു നല്ല പോംവഴിയായിട്ട് പോലും ആളുകൾ കാണുന്നു. ഏറ്റവും പ്രധാനം, വിവാഹം ജീവിതത്തിലൊരു നിർബന്ധമല്ല, മറിച്ച് പല ഓപ്ഷനുകളിൽ ഒന്നു മാത്രമായി മാറുന്നു. ഇത് നമ്മളെ ഒരു അവസാനത്തെ ചോദ്യത്തിലേക്ക് എത്തിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ പണ്ട് സഞ്ചരിച്ച അതേ വഴിയിലൂടെയാണോ ഇന്ത്യയും ഇപ്പോൾ പോകുന്നത്? വ്യക്തികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഈ ട്രെൻഡ്
ഒരുപക്ഷേ ഭാവിയിൽ നമ്മളെ വീണ്ടും ബന്ധങ്ങളുടെ വില മനസ്സിലാക്കാൻ സഹായിക്കുമോ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? കാലം തന്നെ അതിനുത്തരം നൽകട്ടെ.